ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ. ഇതിന് എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സമുദ്രമാർഗം ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ഏത് പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം പര്യവസാനിച്ചത്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സമുദ്രമാർഗം COVID-19 പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യൻ നാവികസേന സമുദ്രമാർഗം ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. ആ പദ്ധതി കഴിഞ്ഞ ദിവസം സമാപിച്ചിരിക്കുകയാണ്. അത് ഓപ്പറേഷൻ സമുദ്ര സേതു എന്നാണ് അറിയപ്പോൾ. എന്താണ് ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിച്ചിരുന്നു. എന്തായിരുന്നു? നാവികസേന നടത്തിയ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ളവരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അല്ലെ, COVID-19 പശ്ചാത്തലത്തിൽ. അപ്പോൾ അതിന്റെ പേര് സമുദ്ര സേതു എന്നാണ്. മെയ് 5-നാണ് ഇത് ആരംഭിച്ചത്. കഴിഞ്ഞ മെയ് 5-നാണ് ഇത് ആരംഭിച്ചത്. ഏകദേശം 55 ദിവസങ്ങൾ എടുത്തു. 55 ദിവസങ്ങൾ കൊണ്ടാണ് കുറെ പേരെ കൊണ്ടുവന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഏകദേശം 3 രാജ്യങ്ങളാണ്. ഒന്ന് ഇറാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക, മാലിദ്വീപ്. ഈ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവന്നത്. ഏകദേശം 3992 ഇന്ത്യക്കാരെയാണ് ഈ 3 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഈ ഓപ്പറേഷൻ സമുദ്ര സേതു വഴി ഇവിടെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത്, സമുദ്രമാർഗം തിരികെ എത്തിച്ചത്. ഇനി ഇതിൽ നേതൃത്വം കൊടുത്തത് INS-ന്റെ 4 കപ്പലുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഏതൊക്കെയാണ്? ഒന്ന് INS ജലശ്വ നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ INS ഐരാവത് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ INS ഷാർദൂൽ നേതൃത്വം കൊടുത്തു. INS മഗർ. അപ്പോൾ ഈ 4 കപ്പലുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. INS ജലശ്വ ഉണ്ട്, ഐരാവത് ഉണ്ട്, അതുപോലെ ഉണ്ട് മഗർ ഉണ്ട്, ഷാർദൂൽ ഉണ്ട്. ഈ 4 കപ്പലുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഓപ്പറേഷൻ സമുദ്ര സേതു 3 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ആൾക്കാരെ തിരികെ കൊണ്ടുവന്നത്. ഒന്ന് ഇറാൻ, ശ്രീലങ്ക, അതുപോലെ മാലിദ്വീപ്. അത് ഇന്നലെയാണ് അത് പര്യവസാനിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് ഏതാണ്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ജൂലൈ 10-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ജൂലൈ 10-ന് ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതിന്റെ പേരെന്താണ്? രേവ അൾട്രാ മെഗാ സോളാർ പവർ പ്രോജക്റ്റ്. രേവ അൾട്രാ മെഗാ സോളാർ പവർ പ്രോജക്റ്റ് എന്നാണ് ഇതിന്റെ പേര്. ഏകദേശം 1590 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1590 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മധ്യപ്രദേശിൽ ഏകദേശം 1590 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് ആണ് രേവ അൾട്രാ മെഗാ പവർ സോളാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. 750 മെഗാവാട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി. 750 മെഗാവാട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 750 മെഗാവാട്ടാണ് ഇതിന്റെ കപ്പാസിറ്റി. അപ്പോൾ മധ്യപ്രദേശിനെ പറ്റി നമുക്കറിയാം. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ. ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? രേവ മെഗാ സോളാർ പവർ പ്രോജക്റ്റ്. ജൂലൈ 10-നാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് ഇത് സമർപ്പിച്ചിരിക്കുന്നത് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ. ഇത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ഭോപ്പാലാണ്. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇനി ഈ പ്രോജക്റ്റിന്റെ എത്ര മെഗാവാട്ടാണ്? 750 മെഗാവാട്ടാണ്. 1590 ഏക്കറിലാണ് ഈ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം: സെബിയുടെ ചെയർമാൻ ആര്? അപ്പോൾ സെബിയുടെ ചെയർമാൻ ആര് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ എന്താണ് സെബി എന്ന് പറയുന്നത്? സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി അറിയപ്പെടുന്നത്. അപ്പോൾ സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ നമ്മൾ സെബിയെ പറ്റി പഠിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഈ സെബിയുടെ കാര്യം നമ്മൾ ഇപ്പോൾ പറയാൻ കാര്യം, മ്യൂച്വൽ ഫണ്ട് ഡെവലപ്മെന്റിന് വേണ്ടി അവർ 5 പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത്, അതിനെ ഹെഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മുൻ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണറായ ഉഷ തൊറാട്ടാണ്.
തൊറാറ്റ് ആണ് ഈ സെബിയുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? ഉഷ തൊറാറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കുന്നു. സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അജയ് ത്യാഗിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അടുത്ത ചോദ്യം ഇതാണ്. 2020 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിക്കുന്ന ബ്രസീലിന്റെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്. 2020 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിക്കുന്ന ബ്രസീലിന്റെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ആമസോണിയ 1. അപ്പോൾ ആമസോണിയ 1 എന്ന് പറയുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആരുടേതാണ്? ബ്രസീലിൻ്റെതാണ്. ഇത് ആരാണ് വിക്ഷേപിക്കുന്നത്? ISRO ആണ് ഇത് വിക്ഷേപിക്കുന്നത്. ഈ ഇരു രാജ്യങ്ങൾ തമ്മിൽ നേരത്തെ ഇതിന് ധാരണ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം. ഏത് രാജ്യത്തെ കോസ്റ്റ് ഗാർഡുമായാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്രമേഖലയിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്? അപ്പോൾ ഏത് രാജ്യത്തെ കോസ്റ്റ് ഗാർഡുമായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമുദ്രമേഖലയിലെ ബന്ധം, വ്യാപാര ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ധാരണാപത്രം ഒപ്പുവെച്ചത്? ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഇന്തോനേഷ്യയിലെ കോസ്റ്റ് ഗാർഡുമായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. ജാർഖണ്ഡിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏത് രാഷ്ട്രീയ നേതാവിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് ജാർഖണ്ഡിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിക്കൊണ്ട് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അത് ശ്യാമപ്രസാദ് മുഖർജിയുടെയാണ്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ് ജാർഖണ്ഡിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിക്കൊണ്ട് പുനർനാമകരണം ചെയ്തത്. നമുക്കറിയാം കൊൽക്കത്ത പോർട്ടിന്റെയും പേരിപ്പോൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അതും ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നാണ് ഇനി അറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചൈനീസ് ആപ്ലിക്കേഷനായ ക്യാം സ്കാനറിനു പകരമായിട്ട് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ IT വകുപ്പ് വികസിപ്പിച്ചെടുത്ത പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. നമുക്കറിയാം ചൈനയിലെ ആപ്ലിക്കേഷൻ എല്ലാം ചൈനീസ് നിർമ്മിതമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാം സ്കാനറിന് പകരമായിട്ട് ഇന്ത്യയിൽ പശ്ചിമ ബംഗാളിൽ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പകരമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്, വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അത് ഏതാണ്? സെൽഫ് സ്കാൻ. അപ്പോൾ ഇനി നിങ്ങളെല്ലാം ഇന്ത്യൻ ആപ്ലിക്കേഷനായ ഏത് ഉപയോഗിക്കണം? സെൽഫ് സ്കാൻ ഉപയോഗിക്കണം. ക്യാം സ്കാനർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെൽഫ് സ്കാൻ ഉപയോഗിക്കുക എല്ലാവരും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം. സെൽഫ് സ്കാൻ എന്നാണ് അതിന്റെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം. കൽക്കരി ആണവോർജം പാടെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന ലോകത്തെ ആദ്യത്തെ വൻകിട വ്യാവസായിക രാജ്യം ഏത്? അപ്പോൾ ഏതാണ് ചോദ്യം? കൽക്കരി ആണവോർജം പാടെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ വൻകിട വ്യാവസായിക രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ജർമ്മനിയിലെ ഇരു സഭകളും ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇവിടെ എടുത്ത് പാസ്സാക്കിയിരുന്നു. 2038 ആകുമ്പോഴേക്കും എല്ലാ ആണവ നിലയങ്ങളും ഇവർ സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ 2023 എല്ലാ താപനിലയങ്ങളും ഇവര് പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൽക്കരി ആണവോർജം പാടെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ വൻകിട വ്യാവസായിക രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ശ്രീ മഹാദേവ മസ്ത ചതുർദേവ് എന്ന ക്യാമ്പസ്, ശ്രീ മഹാദേവ മസ്ത ചതുർദേവ് ക്യാമ്പസ് നിലവിൽ വന്ന രാജ്യം? അപ്പോൾ ഏത് രാജ്യത്തിലാണ് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ശ്രീ മഹാദേവ മസ്ത ചതുർദേവ് ക്യാമ്പസ് നിലവിൽ വന്നിരിക്കുന്നത്? നേപ്പാളിലാണ്. ഇപ്പോൾ നേപ്പാളിലാണ് പുതിയൊരു ക്യാമ്പസ് നിലവിൽ വന്നിരിക്കുന്നത്. അത് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ്. നേപ്പാൾ ഭാരത് മൈത്രി കോർപ്പറേഷൻ എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ശ്രീ മഹാദേവ മസ്ത ചതുർദേവ് ക്യാമ്പസ് ഏത് രാജ്യത്താണ് നിലവിൽ വന്നത്? നേപ്പാളിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. WHO-യുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം റൂബെല്ല, മീസിൽസ് എന്നീ രോഗങ്ങളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്ന ആദ്യത്തെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളിവ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് രാജ്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ രോഗങ്ങൾ ഏതൊക്കെയാണ്? റൂബെല്ലയും മീസിൽസും പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഏത് രാജ്യങ്ങളാണ് ഈ പറയുന്ന രണ്ട് അസുഖങ്ങൾ, റൂബെല്ല, മീസിൽസ് എന്നീ രോഗങ്ങളെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന രണ്ട് തെക്ക് കിഴക്കൻ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. അപ്പോൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ്
പൂർണ്ണമായിട്ടും റൂബല്ലയും മീസിൽസിനെയും നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത്. ഇത് 2023 ലക്ഷ്യം വെച്ചത്. 2023 ആകുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർ വച്ചിരുന്നത്. പക്ഷെ അതിനു മുൻപ് തന്നെ അവർ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെ രാജ്യങ്ങളാണ്? ശ്രീലങ്കയും മാലിദ്വീപും. ഏത് അസുഖമാണ്? റൂബല്ലയും മീസിൽസും. ആരുടെ റിപ്പോർട്ടാണ്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: വീവേഴ്സ് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ്? അപ്പോൾ ഏത് സംസ്ഥാനത്താണ് വീവേഴ്സ് സമ്മാൻ യോജന ആരംഭിച്ചത്? കർണാടകയാണ് ശരി ഉത്തരം. ഈ കർണാടക എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വിജയികൾക്ക് കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: COVID-19 സ്ഥിരീകരിച്ച ഒരു ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആരാണ് ആ പ്രസിഡന്റ്? അതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റുകൾ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്കും ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.